നമ്മൾക്കാർക്കും ഒരിക്കലും മറക്കാനാകാത്ത കൊലപാതക പരമ്പരയായിരുന്നു കോഴിക്കോട് കൂടത്തായിൽ നടന്നത്. എന്തായി അതിന്റെ നടപടിക്രമങ്ങൾ നമുക്കൊന്ന് നോക്കാം. കുറ്റപത്രങ്ങൾ കൊടുത്ത് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇഴഞ്ഞു നീങ്ങുകയാണ് ഇപ്പോഴും കോടതി നടപടിക്രമങ്ങളൊക്കെ തന്നെയും. ജോളിയടക്കം 4 പേരാണ് പ്രതികൾ. ഇവർ പ്രതിയായ കേസിൽ എപ്പോൾ വിധി വരുമെന്ന് ചോദിക്കുകയാണ് വീട്ടുകാരും നീതി പ്രതീക്ഷിക്കുന്നവരും. ഈ പാലക്കാട് ചെന്താമര പ്രതിയായ കൊലപാതക കേസിൽ വിധി വരാനിരിക്കുകയാണല്ലേ? അതിന്റെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയല്ലോ. ശനിയാഴ്ച, അതായത് നാളെ അതിനകത്ത് ശിക്ഷ പ്രഖ്യാപിക്കും. ഈ ചെന്താമരയുടെ വാർത്ത എങ്ങനെ വരുമ്പോ പെട്ടെന്ന് ജോളി ഓർമ്മ വരുന്നു? ഏത് ജോളി? കൂടത്തായി കേസിലെ ജോളി. ഓ, നമ്മുടെ ആ കേസ് ഇപ്പം കോടതിയിലല്ലേ, അതിങ്ങനെ എഴഞ്ഞെഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര കാലമായി? എന്നാലും ഇതിനൊരു അന്ത്യം വേണ്ടേ? അതാ പറയുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 4-4.5 കൊല്ലമായിട്ടാണ് വിചാരണ തുടങ്ങിയിട്ട് ഇനിയും സാക്ഷികൾ തന്നെ വിസ്തരിച്ച് തീർന്നിട്ടില്ല. കൃത്യമായിട്ട് എനിക്കറിയില്ല. രാഹുലിനോട് ചോദിച്ചു, രാഹുൽ കുറച്ചുകൂടി കൃത്യമായിട്ട് അറിയില്ല. രാഹുലേട്ടാ, എന്തോ ഈ കൂടത്തായി കേസ് ഇപ്പൊ എന്താ അവസ്ഥ? ഏത് ജോളി കേസോ? അതന്നെ. വിചാരണ പുരോഗമിക്കുന്നുണ്ട്. നമ്മുടെ എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതിയുണ്ട്, പഴയ മാറാട് കേസിൻ്റെയൊക്കെ. അവിടെ കേസിന്റെ വിചാരണ നടന്നു വരിക. ചെറിയ കേസുമല്ലാണോ, 1-2 ആണ്, 6 കൊലപാതകങ്ങളല്ലേ. ഈ ജോളി കൊലപ്പെടുത്തിയ 6 പേരും അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അതെ, അല്ല ഈ കേസിന്റെ ക്രൂരത. എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്, ബന്ധുക്കളാണ്. നോക്കിക്കോ, ഭർത്താവിന്റെ അമ്മ അന്നമ്മ, ഭർത്താവിന്റെ അച്ഛൻ ടോം തോമസ്, ആദ്യ ഭർത്താവ് റോയ്, ഭർത്താവിന്റെ സഹോദരൻ മാത്യു, 2ാം ഭർത്താവിന്റെ മകൾ, ഒരു കുഞ്ഞ് ആൽഫൈൻ. ആ കുഞ്ഞിനെ ഉൾപ്പെടെ ജോലി കൊന്നുകളഞ്ഞു. ഒരു കൊലപാതകം കൂടിയുണ്ട്, 2ാം ഭർത്താവിന്റെ ആദ്യ ഭാര്യ ലിസി. ഈ സൈനൈഡ് കൊടുത്തിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമേ ആ സമയത്ത് കണ്ടിരുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ അതുപോലൊരു കൊലപാതകം നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയമായിരുന്നു. നമ്മുടെ നാട് ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ലാത്ത കൊലപാതക പരമ്പര. അത് ഓരോ സമയങ്ങളിലായിട്ടാണ് കൊലപാതകം. ആദ്യം സാധാരണ മരണം എന്ന് കരുതി സംസ്കാരമൊക്കെ നടത്തിയതാണ്. പിന്നീട് സംശയങ്ങളിലൂടെ കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുന്നത്. സംശയങ്ങൾ ചില ബന്ധുക്കൾക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. പിന്നെ പറഞ്ഞ പോലെ സയനൈഡ്, സിനിമയിലൊക്കെ നമ്മളിങ്ങനെ കാണും, സയനൈഡ് കൊടുക്കും, കൊല്ലും. ഇവിടെ അതാണ് ഈ കേസിൻ്റെ വലിയൊരു ബുദ്ധിമുട്ടൊക്കെ അത് തന്നെയാണ്. ജോളി നമ്മുടെ ജില്ലയിലില്ല, ജില്ലയ്ക്ക് പുറത്തുള്ള ജയിലിലാണ്. ഓരോ തവണ കേസ് ആവശ്യമായി വരുമ്പോഴും കോടതിയിലേക്ക് കൊണ്ടുവരണം. പിന്നെ ജോളിയുടെ അഭിഭാഷകൻ ആളൂരായിരുന്നു, ആൾ മരിച്ചുപോയി. 6 പേരെ കൊന്നു കളഞ്ഞ ഒരു കൊടും ക്രിമിനല്. ആ കേസ് ഇപ്പോഴും 4.5 വർഷമായിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വിചാരണ നടക്കുന്നുണ്ട്, സാക്ഷി വിസ്താരം നടക്കുന്നുണ്ട്, ശാസ്ത്രീയ രേഖകൾ വേണം, അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം വിസ്തരിക്കാനുണ്ട്. സംസ്കാരമൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പുറത്തെടുത്ത് ശാസ്ത്രീയമായി പരിശോധിച്ച് പിന്നെയും വേറെ എന്തൊക്കെയോ എവിഡൻസുകൾ, വ്യാജരേഖകൾ, തെളിവ് നശിപ്പിക്കൽ. എത്ര കാലം പ്ലാൻ ചെയ്ത് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകങ്ങളാണല്ലോ ഇത്. കൃത്യമായ ആസൂത്രണം, എൻ്റെ മുൻപിലുള്ള ഓരോ തടസ്സങ്ങളും നീക്കണം എന്ന ഉദ്ദേശത്തോടെയുള്ള കൊലപാതകമാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, പോലീസ് പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കണ്ടേ. ഏതായാലും നടപടിക്രമങ്ങൾ പൂർത്തിയാവാനായിട്ട് കുറച്ചുകൂടെ സമയം എടുക്കും. അങ്ങനെ വേണം കരുതാൻ. വിചാരണ പുരോഗമിക്കുന്നു.